സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീ. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. കഴിഞ്ഞ വർഷം തന്നെ ലൈസൻസ് എടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ശക്തമായി നിലനിന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്നാണ് ഇപ്പോൾ ഈ ഒരു ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ചില മാർഗനിർദ്ദേശങ്ങളും ഇതിനോടനുബന്ധിച്ച് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കാം. IT കമ്പനികളിലെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മാത്രമായിരിക്കും ഈ മദ്യം നൽകാനുള്ള അനുമതി ഉണ്ടാവുക. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പോലും മദ്യം കഴിക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ അനുവദിക്കൂ എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 1-ാം തീയതിയും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മറ്റു ഡ്രൈ ഡേകളിലും മദ്യം വിളമ്പരുത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രവർത്തന സമയം ഉച്ച 12 മുതൽ രാത്രി 12 വരെ ആണെന്നും സർക്കാർ തീരുമാനിച്ചത്. IT സ്ഥാപനങ്ങൾക്ക് ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങാം. നേരത്തെ ഈ കാര്യത്തിൽ വലിയ എതിർപ്പ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. നിയമസഭയിലടക്കം സബ്ജക്ട് കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു വിഷയം കൂടിയായിരുന്നു ഇത്. അതെല്ലാം മറികടന്നാണ് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ മലയാളികളുടെ ഓരോ മനസ്സിലും ഒരുപാട് ആശയക്കുഴപ്പങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു മാർഗം മാത്രമായാണ് ഈ ഒരു ഉത്തരവിനെ നമുക്കെല്ലാവർക്കും നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. യുവതലമുറയുടെ ലഹരി ഉപയോഗം എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ ഒരുപാട് കേസുകളും ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി മുമ്പോട്ട് വന്നിരിക്കുന്നത്. അത് എത്രമാത്രം യുവതലമുറയെ ബാധിക്കും എന്നുള്ള കാര്യത്തിലും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ തന്നെ കാണേണ്ടി വരും. യുവതലമുറയുടെ ലഹരി ഉപയോഗം എത്രമാത്രമാണ് കൂടുന്നത് എന്നുള്ളത് ഓരോ ദിവസത്തെ കേസുകളിൽ നിന്നും എടുത്തു നിൽക്കുന്ന ഒന്നുകൂടിയാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് IT സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. അതും IT സ്ഥാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യുവതലമുറയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യുവതലമുറകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് മദ്യം വിൽക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത്. യുവതലമുറയുടെ ലഹരി ഉപയോഗം കുറയ്ക്കേണ്ട സാഹചര്യത്തിൽ സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഒരിക്കലും അത് യുവതലമുറയെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കാൻ കാരണമാകും. സർക്കാർ ഇത് മനഃപൂർവ്വം ചെയ്തത് ആണോ എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇലക്ഷൻ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ അത് യുവതലമുറയെ സ്വാധീനിക്കാനുള്ള ഒരു മാർഗമായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. സാഹചര്യത്തിൽ തന്നെ ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും എടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇത്രയേറെ ഇതിനു മുമ്പും തന്നെ ഒരുപാട് ശക്തമായ പ്രതികരണങ്ങളുമായി മുമ്പോട്ട് വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ തന്നെ ആ സാഹചര്യങ്ങളെ എല്ലാം മറികടന്നാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് എത്രമാത്രം നമ്മുടെ യുവതലമുറയെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഖജനാവ് നിറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യം കൂടിയാണ്. സർക്കാർ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് മദ്യം എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. മദ്യം യുവതലമുറയെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ, കേരള സമൂഹത്തെ ഒന്നായി തന്നെ നശിപ്പിക്കുന്ന ഒന്നുകൂടിയാണെന്ന് നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകളിലൂടെ തന്നെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ആ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ ഇത്തരത്തിലുള്ള മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്തിനെ മുൻനിർത്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു വലിയൊരു കാര്യം കൂടിയാണെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.